ഹലോ ഗൈസ്, ഇവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഫ്രീ ആയപ്പോൾ വെറുതെ ഒന്ന് കൊടികുത്തിമല ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. തീരുമാനമെടുത്ത് നട്ടപ്പാതിരിയായി. ഏതായാലും ഞങ്ങളൊന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയ സമയത്ത് മഴ. അങ്ങനെ ആ മഴയെ ആസ്വദിച്ച് പോയി. എന്തായാലും പോയേക്കാലോ, നല്ല മഴയാണെങ്കിൽ രസമുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾ കൊടികുത്തിമല എത്തി. നല്ല മഴയും നല്ല കോടമഞ്ഞും. അതിൻ്റെ ഒരാൾ ഫുഡ് കഴിക്കണം ചെന്നപ്പോഴേ തിന്നുള്ള ചിന്തയുള്ളൂ. അവിടെ ചെന്നപ്പോഴത്തേനും കാടമുട്ട സ്പെഷ്യൽ ഉണ്ടെന്നാണ് റോമേട്ടൻ പറഞ്ഞു. അപ്പോൾ റോമേട്ടൻ്റെ വക കാടമുട്ട വാങ്ങി തിന്നാൽ പ്ലേറ്റ് കാലിയാക്കി. റോമേട്ടൻ എന്തോ അത്യാവശ്യം കോളിലാണ്. ഏതായാലും റോമേട്ടനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ പ്ലേറ്റിലൊന്നുമില്ല. ഏതായാലും തുടച്ച് വാരി തിന്നു. അങ്ങനെ അളിയനും ഞങ്ങളെല്ലാവരും കൂടെ പോയി അവിടെ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല ഉപ്പിലിട്ട മാങ്ങി ചായയും കട്ടൻ ചായയും കാടമുട്ട. അവിടുത്തെ സ്പെഷ്യലാണ് തോന്നുന്നത് കാടമുട്ട. അത് നമ്മൾ കഴിക്കുക. ലാസ്റ്റ് എത്രണ്ണം കഴിച്ചു എന്നുള്ളതിന് പറയണം. അതൊക്കെയാണ് അടുത്ത ഓരോരോ വെറൈറ്റികൾ. ഏതായാലും നല്ല കട്ടൻ ചായ കുടിച്ച് കുറേ നേരം ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു. ഒരാൾ കണ്ടില്ല, അന്ന് കട്ടൻ ചായൻ്റെ എഫക്റ്റ് കൊണ്ടാണ് തോന്നുന്നുണ്ട്. അടുത്തത് ഇങ്ങനെ രസങ്ങളായിരുന്നു. രാത്രി ഫുള്ള് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റർടൈൻമെൻറ്റായി. അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു കൊടികുത്തിമല. എന്നിട്ട് പിന്നെ അവിടെ ഇങ്ങനെ കുറച്ചേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് കാറിലും കൂടെ ആകുമ്പോൾ നമ്മൾ മഴ കൊള്ളാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം വേറെയാണല്ലോ. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ബ്ലോക്ക്, ഇങ്ങോട്ട് വന്നപ്പോഴും ബ്ലോക്ക്, ആകെ ബ്ലോക്ക്. അറിയാമല്ലോ, പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ബ്ലോക്ക് കൊണ്ടല്ല അറിയപ്പെടുന്നത്. ആകെ പുറത്തേക്ക് ഇറങ്ങാനുള്ള മടിയതാണ് ബ്ലോക്ക് കൊണ്ട്. ഇതാണ്ട പാലത്തേമ്യം ബ്ലോക്ക്. ഏതായാലും ഞങ്ങൾ പോയി വന്നു.